Okay, so first of all, congratulations and thank you. നമ്മൾ 500k സബ്സ്ക്രൈബേഴ്സിന്റെ മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. 5 ലക്ഷത്തിലധികം ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. താങ്ക് യു. നിങ്ങളുടെ കോൺസ്റ്റന്റ് ലവ് ആൻഡ് സപ്പോർട്ട്, നിങ്ങളുടെ നിരന്തരം ഒരു എൻകറേജ്മെൻറ്റ് കാരണമാണ് നമ്മളത് ഈ ഒരു മൈൽ സ്റ്റോൺ ഇന്ന് ക്രോസ് ചെയ്ത്. താങ്ക്സ് എ ലോട്ട്. ബാക്ക് ടു ടോപ്പിക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാംസങ്ങിൻ്റെ വരാൻ പോകുന്ന സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ സീരീസ് ആയ S22 സീരീസിൻ്റെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്പെസിഫിക്കേഷൻസും ലീക്ഡ് എന്ന് പറയാൻ പറ്റും, പക്ഷേ എല്ലാവർക്കും അറിയാം. സോ പബ്ലിക്കായ സ്പെസിഫിക്കേഷൻസ് ആണ്, അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഇത് തന്നെ ആയിരിക്കും മിക്കവാറും സ്പെസിഫിക്കേഷൻസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നിങ്ങൾ ടെക് ന്യൂസും ടെക് അപ്ഡേറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും S22 സീരീസിൻ്റെ ബാക്ക് പാനൽ, അതായത് ഫോണിൻ്റെ ഡിസൈൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ലീക്ഡ് ആയ ഡിസൈൻസ്, അല്ലെങ്കിൽ ആക്ച്വൽ റെൻഡേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇതാണ് ബേസിക് റെൻഡേഴ്സ്. സോ തീർച്ചയായിട്ടും S22 അൾട്രേൻ്റെ ഡിസൈനിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട്, നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം എന്തായാലും നോട്ട് സീരീസ് ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ എന്തായാലും ഉറപ്പിക്കാം നോട്ട് സീരീസ് ഇസ് ക്യാൻസൽഡ്. കാരണം ഈ S22 അൾട്ര ഉണ്ടല്ലോ, ദിസ് ഇസ് ആക്ച്വലി കോമ്പിനേഷൻ ഓഫ് അൾട്ര, അതായത് എസ് സീരീസിൻ്റെ അൾട്ര പ്ലസ് നോട്ട് സീരീസിൻ്റെ അൾട്രയുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ഫോൺ. അതുകൊണ്ട് കുറച്ചും കൂടി ബോക്സി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ കോർണേഴ്സ് ഒക്കെ കുറച്ചും കൂടി സ്ക്വയറിഷ് ആണ്, കർവ്ഡ് അല്ല, നല്ല ഷാർപ്പ് കോർണേഴ്സ് ആണ് വരുന്നത്. പിന്നെ വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ക്യാമറ ബമ്പ് ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റും. ആ ക്യാമറ മോഡ്യൂൾ അല്ലെങ്കിൽ ക്യാമറയുടെ മേലുള്ള ലെൻസിൻ്റെ മേലുള്ള ആ ഒരു റിംഗ് ഉണ്ടല്ലോ, ആ റിംഗ് പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട്. ദാറ്റ്സ് ഓൾ. വേറെ ഒരു ക്യാമറ മോഡ്യൂൾ ഒന്നും എൻ്റെ ബാക്കിൽ വരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു പ്ലെയിൻ ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വന്ന S21 അൾട്ര ഉണ്ടായിരുന്നല്ലോ, അത് S Pen സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ കൂടെ S Pen ഒന്നും ഇല്ലായിരുന്നു. പിന്നെ S Pen നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയാലും ഫിറ്റ് ചെയ്യാനുള്ള സ്ലോട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, നോട്ടിൻ്റെ ഇൻക്ലൂഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ S Pen വരും, പിന്നെ S Pen ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സ്ലോട്ട് ഉണ്ടാവും. ഈ ഫോണിൻ്റെ ബിൽഡിനെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഫോർ ഷ്യൂർ അൾട്രാ ലെവൽ പ്രീമിയം ബിൽഡ് ആയിരിക്കും. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ഉണ്ടാവും. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കും, ബാക്കിൽ നോർമൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നല്ല സ്ട്രോങ് മെറ്റൽ ഫ്രെയിം ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ IP68 വാട്ടർ പ്രൂഫ് റേറ്റിംഗുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ഇൻ ദ പ്രൈസ് സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്നൊക്കെ പറയാൻ പറ്റും. സാംസങ്ങിൻ്റെ സ്വന്തം ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. 6.8 ഇഞ്ചിൻ്റെ 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ക്വാഡ് HD+ റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. HDR10+ സപ്പോർട്ട് ഉണ്ടാവും. ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ കാണും. 1750 നിറ്റ്സിൻ്റെ ആയിരിക്കും പീക്ക് ബ്രൈറ്റ്നസ് ആസ് പെർ ലീക്സ്. ഇത്തവണ ചെറിയൊരു അപ്ഗ്രേഡ് ഉണ്ട്, അതായത് സെക്കൻഡ് ജനറേഷൻ LTPO പാനൽ ആയിരിക്കും വരാൻ പോകുന്നത്. LTPO പാനൽ അല്ലെങ്കിൽ LTPO ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡിസ്പ്ലേ 1 Hz തൊട്ട് 122 Hz വരെയുള്ള വേരിയബിൾ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഏത് റിഫ്രഷ് റേറ്റ് വേണമെങ്കിലും ഇതിന് റിഫ്രഷ് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്മുടെ കണ്ടന്റും. പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. എന്തായാലും 2 വെർഷൻസ് ഉണ്ടാവുമല്ലോ, സ്നാപ്ഡ്രാഗൺ വെർഷൻ ആൻഡ് എക്സിനോസ് വെർഷൻ. ഇന്ത്യയിലേക്ക് ഏത് വെർഷനാണ് വരാൻ പോകുന്നത് ഐ എം നോട്ട് ഷുവർ. സാംസങ് അതിനെക്കുറിച്ച് ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി എക്സിനോസ് വെർഷൻ ആയിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യം ഇത് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു, പിന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സാംസങ് എക്സിനോസ് 2200ൻ്റെ ട്രെയിലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ GPU ഉണ്ടല്ലോ, ഈ ചിപ്സെറ്റിലുള്ള GPU ഇത് AMD എന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന RDNA GPU ആയിരിക്കും. സോ തീർച്ചയായിട്ടും എക്സ്പെക്ടേഷൻസ് ഉണ്ട്. സോ ഇത്തവണ സാംസങ് ആ ഒരു ട്രെയിലർ കാണിച്ചിരിക്കുന്ന ഭയങ്കര ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഐ എം നോട്ട് ഷുവർ. ടെസ്റ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രമാത്രം കേപ്പബിൾ ആണ് ഈ ഒരു സംഭവം. ഓക്കെ, എനിവേ എക്സിനോസ് ആണോ സ്നാപ്ഡ്രാഗൺ ആണോ ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഒരു കാര്യം എന്തായാലും ഷുവർ ആണ്, നമ്മുടെ ഈ ചാനൽ എപ്പോഴും നല്ല ടെക് കണ്ടന്റ് ആയിരിക്കും. സോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, S22 അൾട്രേൻ്റെ ക്യാമറ സെറ്റപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം വന്ന S21 അൾട്രയിൽ വന്ന എക്സാക്ട്ലി സെയിം ക്യാമറ സെറ്റപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. 108 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരാൻ പോകുന്നത്. അഡീഷണൽ സെൻസേഴ്സ് ഉണ്ടല്ലോ, കൂടെ വരുന്ന സെൻസേഴ്സ്, അതായത് പ്രൈമറി അല്ല, ബാക്കി സെൻസേഴ്സിൽ ചിലപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഐ എം നോട്ട് ഷുവർ. എനിവേ മെഗാപിക്സലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ആണ്. 108 MP പ്രൈമറി സെൻസർ, OIS സപ്പോർട്ട് ചെയ്യുന്ന വിത്ത് ലേസർ ഓട്ടോ ഫോക്കസിൻ്റെ ഫീച്ചർ. 10 MP 10x ഒപ്റ്റിക്കൽ സൂം ആൻഡ് OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെരിസ്കോപ്പ് ക്യാമറ. 10 MP 3x ഒപ്റ്റിക്കൽ സൂം ആൻഡ് OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെലിഫോട്ടോ. ഫൈനലി 12 MP അൾട്രാവൈഡ് ഉണ്ടാവും. 8K 24 FPS റെക്കോർഡിംഗ് ഇത്തവണയും വരും. ക്യാമറ സ്പെസിഫിക്കേഷൻസ് എക്സാക്ട്ലി സെയിം ആണെങ്കിലും ഉള്ളിൽ വരുന്ന ചിപ്സെറ്റിൽ വ്യത്യാസം ഉണ്ടല്ലോ, അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ക്യാമറ പ്രോസസ്സിംഗ്, അതായത് ഫോട്ടോ പ്രോസസ്സിംഗ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നല്ല ഒരു കാര്യമായ ഒരു അപ്ഗ്രേഡ് എന്തായാലും ഉണ്ടാവും. ഇതിൽ വരാൻ പോകുന്ന സെൽഫി ക്യാമറയും മിക്കവാറും എക്സാക്ട്ലി സെയിം, അതേ 40 MP സെൽഫി ക്യാമറ ആയിരിക്കും. അതേ രീതിയിൽ ഇത്തവണ വരുന്ന ബാറ്ററി ഉണ്ടല്ലോ, അതും എക്സാക്ട്ലി സെയിം 5000 mAh ബാറ്ററി ആയിരിക്കും. പക്ഷേ ഫൈനലി സാംസങ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, സോ
ആ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞെങ്കിലും ബോക്സിൽ ചാർജ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ബോക്സ് സ്ലിം ഡൈറ്റിംഗ് ചെയ്ത ബോക്സ് ഒക്കെ ആയിരിക്കും. പക്ഷേ എന്തായാലും S22 Ultra 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടുമായിട്ടായിരിക്കും വരുന്നത്. ചാർജർ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. പിന്നെ റിവേഴ്സ് ചാർജിങ്ങും പിന്നെ വയർലെസ് ചാർജിങ് 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടാവും. മിക്കവാറും ക്വാൾകോമിൻ്റെ 2nd ജനറേഷൻ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരിക്കും ഇവിടെ വരുന്നത്. അൾട്രാസോണിക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. S Pen വരുന്നുണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. S Pen വരുന്നുണ്ട്. ആസ് പെർ റൂമേഴ്സ് ഇത് കൺഫേംഡ് ന്യൂസ് അല്ല കേട്ടോ. ആക്ച്വലി ഒന്നും കൺഫേംഡ് അല്ല. എനിവേ ലീക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ചില ആർട്ടിക്കിൾസിൽ ഇത് പറയുന്നുണ്ട്. അതായത് 2.8 മില്ലി സെക്കൻഡിൻ്റെ ലേറ്റൻസി ആയിരിക്കും മിക്കവാറും ഇതിൽ വരാൻ പോകുന്നത്, ഇത്തവണ വരാൻ പോകുന്ന S Pen. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും, നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും മിക്കവാറും കിട്ടാൻ പോകുന്നത്. ഇനി വരട്ടെ, വിൽ സി. ബിൽഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ S22 അൾട്രയിലും പ്ലസിലും രണ്ടിലും ഗ്ലാസ്, ഫ്രണ്ടും ബാക്കും ഗ്ലാസ് വരുന്നുണ്ടായിരിക്കും. ദാറ്റ്സ് ഫോർ ഷ്യൂർ. വെനില വേരിയൻറ്റിൽ മിക്കവാറും പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ആയിരിക്കും. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു, ഇത്തവണ അങ്ങനെ തന്നെ ആയിരിക്കും. സോ വെനില വേരിയൻറ്റിൽ ബാക്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും, പ്ലസിൽ ബാക്കിൽ ഗ്ലാസ് ഉണ്ടാവും. ഈ ഫോൺസിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ S22 ആൻഡ് S22 പ്ലസ് സിമിലർ ഫോൺസ് ആയിരിക്കും. ഒരു ലുക്കിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് സിമിലർ ആയിരിക്കും. S22 Ultra കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലുക്കിലാണ് വരാൻ പോകുന്നത്. IP68 റേറ്റിംഗ് ഈ രണ്ട് ഫോൺസിലും വരുന്നുണ്ട്, അതായത് ബാക്കി രണ്ട് ഫോൺസിലും വരുന്നുണ്ട്. പക്ഷേ ആ ഒരു S Penൻ്റെ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് പ്ലസിലും പിന്നെ വെനില വേരിയൻറ്റിലും ഉണ്ടാവില്ല. ഈ 3 ഫോൺസിലും തീർച്ചയായിട്ടും കിഡിലൻ ഡിസ്പ്ലേ ആയിരിക്കും, ദാറ്റ്സ് ഫോർ ഷുവർ. പക്ഷേ പ്ലസ് വേരിയൻ്റ് ആണെങ്കിലും വെനില ആണെങ്കിലും ഇവിടെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ആണ് വരാൻ പോകുന്നത്. അവിടെ ക്വാഡ് HD പ്ലസ് ആയിരുന്നു, ഇവിടെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ആയിരിക്കും. പക്ഷേ 120 Hz LTPO ഡിസ്പ്ലേ, ഡൈനാമിക് AMOLED, 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ വിട്ടുവീഴ്ചകളൊന്നും വന്നിട്ടില്ല. പക്ഷേ റെസൊല്യൂഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തായാലും റെസൊല്യൂഷൻ കുറവായിരിക്കും. പക്ഷേ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ ഈ രണ്ടിലും വരുന്നുണ്ട്. പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എക്സാക്ട്ലി സെയിം ആയിരിക്കും, സെയിം ചിപ്സെറ്റ് ആണ് ഈ 3 ഫോൺസിലും വരാൻ പോകുന്നത്. അവിടെ വ്യത്യാസമൊന്നുമില്ല. ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ S22 പ്ലസിലും S22ലും എക്സാക്ട്ലി സെയിം ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. അതായത് 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടാവും. സോ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൈമറി സെൻസർ ഉണ്ടായിരിക്കും. ബാക്കി ക്യാമറാസ് നോക്കുകയാണെങ്കിൽ സെയിം ക്യാമറാസ് ആണ് 3ലും വരുന്നത്. പക്ഷേ ആ പ്രൈമറി സെൻസറിൽ വ്യത്യാസമുണ്ട്. പിന്നെ ആ പെരിസ്കോപ്പ് ക്യാമറ അൾട്രയിൽ മാത്രമേ വരുന്നുള്ളൂ. ഈ രണ്ട് ഫോൺസിലും 10 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരാൻ പോകുന്നത്. പിന്നെ ഓഡിയോൻ്റെ ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയില്ലേ. സോ ഈ 3 ഫോൺസിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടാവും. ടോപ്പ് ക്വാളിറ്റി സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയിരിക്കും 3 ഫോൺസിലും. ഹെഡ്ഫോൺ ജാക്ക് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ ലെറ്റ്സ് skip it. ബാറ്ററിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ S22 പ്ലസിൽ 4500 mAh ഡീസൻറ്റ് സൈസ് ബാറ്ററി വരുന്നുണ്ട്. ഈ ഒരു ഫോണും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ, ആസ് പെർ ലീക്സ് ആണ്. പക്ഷേ ഇവിടെ S22 വെനില വേരിയൻറ്റിൽ 3700 mAh ബാറ്ററിയാണ് വരുന്നത് ആസ് പെർ ലീക്സ്. സോ ലേശം കുറഞ്ഞു പോയോ എന്നൊരു സംശയം. ഈവൻ അറ്റ്ലീസ്റ്റ് 4000 വെക്കേണ്ടതായിരുന്നു. 3700 mAh ആണ് ആസ് പെർ ലീക്സ് പറയുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നില്ല. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, ആസ് പെർ സാംസങ് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇവിടെ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് ഫോൺസും വയർലെസ് ചാർജിങ് ആൻഡ് റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 ഫോൺസിൻ്റെയും ലോഞ്ച് ഡേറ്റ് സാംസങ് കൺഫേം ചെയ്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഗാലക്സി അൺപാക്ഡ് ഇവൻ്റ് ആണ് ഈ മാസം, February 9th ആണ് ഇതിൻ്റെ ലോഞ്ച്. സോ മിക്കവാറും, അതായത് ആ ഒരു ഇവൻറ്റ് February 9th ആണ്. മിക്കവാറും ആ ഇവൻറ്റിൽ ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാവും. ഒന്നെങ്കിൽ S22 അല്ലെങ്കിൽ S22 പ്ലസിൻ്റെ ഏതെങ്കിലും ഒരു ഫോണിൻ്റെ അൺബോക്സ് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, അൾട്ര ഐ എം നോട്ട് ഷുവർ. ട്രൈ ചെയ്യാം, S22 പ്ലസ് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.